ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്കോട്ടിൽ വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. യുവാക്കളാണ് രാഷ്ട്രവികസനത്തിന്റെ ചാലകശക്തിയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ബാക്ക് ടു ക്യാമ്പസ് നൈപുണി പരിശീലനത്തിലൂടെ 1 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് വഡോദരയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചരിത്രപ്രസിദ്ധമായ സോംനാഥ് സ്വാഭിമാൻ പർവിൽ പങ്കെടുക്കും. ക്ഷേത്രം ആക്രമിക്കപ്പെട്ടതിന്റെ 1000 വർഷവും സ്വാതന്ത്ര്യാനന്തരം പുനരുദ്ധരിക്കപ്പെട്ടതിന്റെ 75ാം വർഷവും തികയുന്നതിന്റെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ക്ഷേത്ര സംരക്ഷകരെ ആദരിക്കുന്ന ശൌര്യയാത്രയിൽ പങ്കെടുക്കുന്ന ശ്രീ മോദി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്തും. സോംനാഥിൽ പൊതുജനങ്ങളെയും അഭിസംബോധന ചെയ്യും. രാജ്കോട്ടിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തിയ അദ്ദേഹം ഇന്ന് രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്. ഇന്നലെ രാത്രി 11:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷായെ മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ ബിജെപി ജനപ്രതിനിധികളുടെ സമ്മേളനം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് കേരള കൌമുദി കോൺക്ലേവ് ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. എൻഡിഎ നേതൃയോഗത്തിലും ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന ശ്രീ ഷാ ഇന്ന് രാത്രി ഡൽഹിക്ക് മടങ്ങും. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും നടത്തിയ ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിച്ചു. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന യോഗത്തിൽ ബജറ്റിൽ പരിഗണിക്കപ്പെടേണ്ട സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾക്ക് മൂലധന നിക്ഷേപത്തിനായുള്ള പ്രത്യേക സഹായ പദ്ധതി വിഹിതം ഉയർത്തണമെന്ന ആവശ്യവും യോഗത്തിൽ ചർച്ച ചെയ്തു. ഈ മാസം 28-നാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. രാജ്യത്തുടനീളമുള്ള പുനരുപയോഗ ഊർജ്ജ ഉപയോഗം ത്വരിതപ്പെടുത്തുന്നതിന് നവപുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സംസ്ഥാനങ്ങളുമായും പങ്കാളികളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് കേന്ദ്ര നവപുനരുപയോഗ ഊർജ്ജ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. 2025-ൽ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ സ്ഥാപിത ശേഷി 266.78 ജിഗാവാട്ടായി ഉയർന്നു. സൌരോർജ്ജത്തിൽ നിന്നും കാറ്റിൽ നിന്നുമുള്ള ഊർജ്ജശേഷി ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ വിപുലീകരണത്തെ മുന്നോട്ട് നയിച്ചുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ സ്പീഡ് പോസ്റ്റ് 24, സ്പീഡ് പോസ്റ്റ് 48 എന്നിങ്ങനെ 2 പുതിയ തപാൽ സേവനങ്ങൾ പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിലും 48 മണിക്കൂറിലും തപാൽ എത്തിക്കുന്നത് ഉറപ്പാക്കുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. തപാൽ സേവനങ്ങളുടെ ആധുനികവൽക്കരണത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതെന്ന് മധ്യപ്രദേശിൽ നടന്ന സമ്മേളനത്തിൽ ശ്രീ സിന്ധ്യ പറഞ്ഞു. പരീക്ഷാ പേ ചർച്ച 2026-ന് റെക്കോർഡ് പങ്കാളിത്തം. ആകെ രജിസ്ട്രേഷൻ 4 കോടി കടന്നതായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വാർഷിക ചർച്ച എന്നതിനപ്പുറത്തേക്ക് സമ്മർദ്ദരഹിത പരീക്ഷാ സാഹചര്യമൊരുക്കുന്ന വിപ്ലവകരമായ പരിപാടിയായി പരീക്ഷാ പേ ചർച്ച മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, അധ്യാപകർ എന്നിവരെ ഉൾപ്പെടുത്തി 2025 ഡിസംബർ 1-ന് മൈ ഗോവ് പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി 2015-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. പ്രഗതിയുടെ കീഴിൽ വിജയകരമായി പൂർത്തിയാക്കിയ പദ്ധതികളിലൊന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ജബൽപൂർ ഗോണ്ടിയ ഗേജ് പ്രവർത്തന പദ്ധതി.
ഏകദേശം 285 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതി നിർമ്മാണ കാലയളവിൽ തുടർച്ചയായ വെല്ലുവിളികൾ നേരിട്ടു. 2016 മാർച്ചിൽ പദ്ധതി പ്രഗതി സംവിധാനത്തിന് കീഴിൽ ഏറ്റെടുത്തതോടെ ഭൂമി കൈമാറ്റം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടപ്പാക്കി പദ്ധതി 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026ന്റെ ട്രോഫി കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും മുൻ ബ്രസീലിയൻ ഫുട്ബോൾ താരം ഗിൽബർട്ടോ ഡിസിൽവയും ചേർന്ന് ഇന്നലെ അനാച്ഛാദനം ചെയ്തു. 2047ഓടെ ലോകത്തിലെ ഏറ്റവും മികച്ച കായിക രാഷ്ട്രമായി മാറാനുള്ള ഇന്ത്യയുടെ പരിശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് രാജ്യത്തെ ട്രോഫിയുടെ യാത്രയെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ പ്രതികരിച്ചു. യുവാക്കളാണ് രാഷ്ട്ര വികസനത്തിന്റെ ചാലകശക്തിയെന്ന് കേന്ദ്ര യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. വികസിത് ഭാരത് യുവ നേതൃസംവാദ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാനതലത്തിൽ നിന്ന് നേതൃപാടവം വളർത്തിയെടുക്കുന്ന പ്രക്രിയയാണ് വികസിത് ഭാരത് യുവ നേതൃസംവാദമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. कोई टीचर्स हो उसमें नेशन फर्स्ट बन गया तो उसके सामने बैठे हुए बच्चों को जब वो पढ़ाएंगे तब उसके मन में आएगा कि मेरा देश का भविष्य है, मुझे ऐसा युवा तैयार करना है, ऐसा नागरिक तैयार करना है जो विकसित भारत बना दे, वो देश के लिए कमिटेड रहे, देश के प्रति कर्तव्य भाव व्यक्त करते रहे. वो जब नेशनलिज्म नेशन फर्स्ट को आत्मसात करेंगे तो सामने वाले को प्रेरित करेंगे. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ബാക്ക് ടു ക്യാമ്പസ് നൈപുണി പരിശീലന പദ്ധതിയിലൂടെ ഇതിനകം 1 ലക്ഷത്തിലധികം തൊഴിലുകൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ-ഡിസ്ക് നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോളിടെക്നിക്, ITI, എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി ജോലി തേടുന്നവർക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതാണ് ബാക്ക് ടു ക്യാമ്പസ് നൈപുണി പരിശീലന പദ്ധതി. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് ഉൾപ്പെടെയുള്ള 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മലപ്പുറം മുത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ബലാത്സംഗ പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 12:30ഓടെ രാഹുൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇമെയിലിൽ ലഭിച്ച പരാതിയിലാണ് നടപടിയെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് ഭക്തജനപ്രവാഹം. മകരവിളക്കിന്റെ പ്രധാന ചടങ്ങുകൾ ഇന്ന് എരുമേലി പേട്ടതുള്ളലോടെ ആരംഭിക്കും. രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെയും ഉച്ചയ്ക്ക് ആലങ്ങാട്ട് സംഘത്തിന്റെയും പേട്ടതുള്ളൽ നടക്കും. തിരുവാഭരണ ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പന്തളത്ത് നിന്നും സന്നിധാനത്തേക്ക് തിരിക്കും. ഘോഷയാത്ര പമ്പയിലെത്തുന്ന മകരവിളക്ക് ദിനമായ ഈ മാസം 14 രാവിലെ 10 ശേഷം നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കും 11 ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും ഭക്തരെ അനുവദിക്കില്ല. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 13 40,000 പേർക്കും 14 35,000 പേർക്കുമാണ് ദർശനാനുമതി. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വഡോദരയിൽ ഉച്ചയ്ക്ക് 1:30-നാണ് ആദ്യ മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസിനും ഗുജറാത്ത് ജയന്റ്സിനും ജയം. ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് UP വാരിയേഴ്സിനെ 10 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ 50 റൺസിനും തോൽപ്പിച്ചു. ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾ രൂക്ഷം. 50ഓളം പ്രതിഷേധക്കാരും 15 സുരക്ഷാ ഉദ്യോഗസ്ഥരും സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കി. ഏകദേശം 2300 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതിനിടെ ഇറാനിലേക്കും തിരിച്ചുമുള്ള നിരവധി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കി. രാജ്യത്തിന്റെ തന്ത്രപരമായ അടിസ്ഥാന സൌകര്യങ്ങളും പൊതുസ്വത്തും സംരക്ഷിക്കുമെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. സർക്കാർ വിരുദ്ധ പ്രകടനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറാൻ ഭരണകൂടവും വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്കോട്ടിൽ വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. യുവാക്കളാണ് രാഷ്ട്ര വികസനത്തിന്റെ ചാലകശക്തിയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ.
രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ബാക്ക് ടു ക്യാമ്പസ് നൈപുണി പരിശീലനത്തിലൂടെ 1 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് വഡോദരയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 11 മണിക്ക്.